യേശുക്രിസ്തുവിൻ്റെ ധന്യമൊരു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിറഞ്ഞ ഹൃദയത്തോട് നന്ദി അറിയിക്കുന്നു. പഠനം എന്ന് പറയുന്ന പ്രസംഗ രൂപത്തിലല്ല, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകമായതുകൊണ്ട് വളരെയധികം ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അത് പ്രാർത്ഥനയോടുകൂടെ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒരു ഭക്തൻ്റെ ഭാവി പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു ധാരണ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം എന്ന മഹൽ ഗ്രന്ഥം വഴിയാണ്. ഈ പുസ്തകം നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള യാതൊന്നും നമുക്കറിയാൻ കഴിയില്ലായിരുന്നു. വെളിപ്പാട് പുസ്തകം ഇന്നലകളിലെ കാര്യങ്ങൾ, ഇന്നുകളുടെ കാര്യങ്ങൾ, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശക്തമായി സൂചിപ്പിക്കുന്ന ഒരു പ്രവചന പുസ്തകമാണ്. ബൈബിൾ 66 പുസ്തകമാണ്, 2 ഭാഗമാണ്, പഴയ നിയമം, പുതിയ നിയമം. ഈ 2 ഭാഗമായ വിശുദ്ധ ബൈബിളിലെ 25% ഭാഗങ്ങളും പ്രവചനമാണ്. അഥവാ 1/3 ഭാഗം പ്രവചനമാണ്. ഈ പ്രവചനത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്: ഭൂതകാല പ്രവചനം, വർത്തമാനകാല പ്രവചനം, ഭാവികാല പ്രവചനം. അതിൽ ഭാവികാലത്തെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുവാൻ പ്രചോദനമാണ്. വെളിപ്പാടെന്ന വാക്കിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽപ്പെട്ടതിനെ മറയെ നീക്കി വെളിപ്പെടുത്തി കാണിക്കുക, അല്ലെങ്കിൽ മറ നീക്കുക, അനാച്ഛാദനം ചെയ്യുക, വെളിപ്പെടുത്തുക എന്നീ അർത്ഥങ്ങളാണ് വെളിപ്പാടെന്ന വാക്കിൽ നിന്ന് നാം ഉപയോഗിക്കുന്നത്. ഈ വാക്കിനെ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗമാണ് അപ്പോക്കലുപ്സിസ് എന്ന വാക്ക്. ഈ വാക്ക് ബൈബിളിൽ ഒരു സ്ഥലത്തും മാത്രമേ കാണാൻ കഴിയൂ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴേ ഈ അപ്പോക്കലുപ്സിസ് എന്ന വാക്കിൻ്റെ ആശയം കാണാം. ഗ്രീക്കിൽ അതേ വാക്ക് തന്നെയാണ് ലൂക്കാസ് സുവിശേഷം 2:30 കൊടുത്തേക്കുന്ന പദപ്രയോഗത്തിലും ചേർത്തേക്കുന്നത്. ആ വാക്കിൽ ഇങ്ങനെ കാണുന്നു: ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം, വെളിപ്പെടുവാനുള്ള. അപ്പൊ വെളിപ്പെടുവാൻ ഉള്ള വാക്കിനെ ഗ്രീക്കിൽ കൊടുത്തേക്കുന്ന പദപ്രയോഗമാണ് അപ്പോക്കലുപ്സിസ് എന്ന വാക്ക്. വെളിപ്പാടെന്ന വാക്കിൻ്റെ അർത്ഥവും മറ നീക്കുക, അനാച്ഛാദനം ചെയ്യുക എന്നതാണ്. മറഞ്ഞു കിടക്കുന്ന അനവധി മർമ്മങ്ങളെ മറനീക്കി വെളിപ്പെടുത്തുന്ന പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകത്തെ നാം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ്. ഈ 27-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിനെ പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനവുമായി വളരെ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകമായിട്ടും ചില സാമ്യം വെളിപ്പാട് പുസ്തകത്തിനുണ്ട്. ഇത് രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുൻപിൽ ഓർപ്പിക്കാം. ദാനിയേൽ പ്രവചനം എഴുതിയത് ദാനിയേല. ദാനിയേലിനെ ദൈവം സംബോധന ചെയ്തേക്കുന്ന വാക്ക് പ്രിയ പുരുഷനായ ദാനിയേൽ എന്ന. പ്രിയ പുരുഷൻ ആയ ദാനിയേൽ. യോഹന്നാനെ യേശുക്രിസ്തു വെളിപ്പെടുത്തിയേക്കുന്ന വാക്ക് പ്രിയ ശിഷ്യനായ യോഹന്നാൻ എന്ന. പ്രിയ പുരുഷൻ, പ്രിയ ശിഷ്യൻ. പ്രിയ എന്ന വാക്ക് പ്രേമത്തിൻ്റെ ആധിക്യം അതിരുകടന്നുള്ള പ്രയോഗമാണ്. ഏറ്റവും കൂടിയ സ്നേഹം, ഏറ്റവും ആഴത്തിലുള്ള സ്നേഹം, ചേർത്തു പിടിക്കുന്ന സ്നേഹം, ചേർത്ത് ഒട്ടിപ്പിടിപ്പിക്കുന്ന സ്നേഹം,
അതിനെയാണ് പ്രിയ എന്ന പ്രയോഗം കൊണ്ട് ഉപയോഗിക്കുന്നത്. ദാനിയേലിനെ ദൈവം തന്നോട് ചേർത്തു പിടിച്ച് തന്നോടൊപ്പം നിർത്തി പ്രയോഗമായി പറയുന്നു, പ്രിയ പുരുഷനായ ദാനിയേൽ. അതേ പ്രയോഗത്തിൻ്റെ പ്രിയ എന്ന വാക്കെടുത്ത് പ്രിയ ശിഷ്യനായ യോഹന്നാൻ. അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങൾക്കും എഴുതുവാൻ ദൈവം നിയോഗിച്ചവർ ദൈവത്തിന് ഏറ്റവും പ്രിയർ ആയവർ ആണ്. രണ്ടുപേരും പ്രവചനങ്ങൾ പ്രവചിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് തങ്ങൾക്ക് ഏകദേശം 90 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അപ്പൊ പ്രായത്തിലും രണ്ടുപേർ തമ്മിൽ സാമ്യം ഉണ്ട്. അതുപോലെ തന്നെ ഈ രണ്ടു പേരും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. യോഹന്നാനും ദാനിയേലും പരസ്പരം കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ എഴുത്തുകൾക്കകത്ത് വളരെയധികം സാമ്യങ്ങൾ കാണാൻ കഴിയും. അത് പിന്നാലെ നാം ഓർപ്പിക്കാം. ഈ ഭൂമിയിൽ വെച്ച് യേശുക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. തന്റെ ശുശ്രൂഷ തികച്ച് യേശു സ്വർഗത്തിൽ ചെന്ന ശേഷം പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കുന്ന ഒരു ശ്രേഷ്ഠ ഗ്രന്ഥത്തിൻ്റെ ശ്രേഷ്ഠതയെ വർണ്ണിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ബൈബിളിലെ ആരംഭ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകവും തമ്മിൽ ചില സാമ്യങ്ങൾ ഉണ്ട്. അതിനെ ഒന്ന് ഞാൻ ഓർപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകമായ ആദ്യ പുസ്തകത്തിൽ നഷ്ടപ്പെട്ടുപോയ പലതിൻ്റെയും അഥവാ നഷ്ടമായ പലതിൻ്റെയും നഷ്ടീഭവിച്ച പലതിൻ്റെയും യഥാസ്ഥാനവും പുനഃപ്രതിഷ്ഠയും പുനഃസ്ഥാപനവും വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ 1, 2 എന്ന് പറഞ്ഞ് ചിലത് ഓർപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒരു സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ കാണാൻ കഴിയും. സൃഷ്ടിക്കപ്പെട്ട ഭൂമി, ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അവ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ കാണുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും വെളിപ്പെട്ടു വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ഭൂമിയും ഒരാകാശവും സൃഷ്ടിക്കപ്പെടുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും വെളിപ്പെട്ടു വരുന്നതായി കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ സൂര്യചന്ദ്രന്മാർ പ്രത്യക്ഷപ്പെടുകയാണ്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും ഉണ്ടായി. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇനി ആവശ്യം ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ സൂര്യൻ വേണമായിരുന്നു, ചന്ദ്രൻ വേണമായിരുന്നു. പകൽ പ്രകാശം കൊടുക്കുവാൻ സൂര്യനെയും രാത്രി പ്രകാശം കൊടുക്കുവാൻ ചന്ദ്രനെയും ദൈവം സൃഷ്ടിക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇനി സൂര്യനും ചന്ദ്രനും ആവശ്യം ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരു തോട്ടമുണ്ടാക്കി കൊടുക്കുന്നു. ആ തോട്ടമാണ് ഏദൻ തോട്ടം. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ദൈവം മനുഷ്യർക്ക് വേണ്ടി കൊടുത്ത തോട്ടം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടമായിരുന്നുവെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പറുദീസയെ ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി കൊടുക്കുക. അഥവാ ദൈവ പറുദീസ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെട്ടു വരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താന്റെ ആരംഭം കാണാം, പിശാചിന്റെ ആരംഭം. സാത്താൻ എന്ന് പറയുന്നത് പിശാചായി നിർമ്മിക്കപ്പെട്ടവനല്ല, നിങ്ങൾക്കറിയാം. സാത്താനായി വരപ്പെട്ടവനല്ല. ദൈവം സൃഷ്ടിച്ച മനുഷ്യ സൃഷ്ടിക്ക് മുൻപേ, ഭൂമിയും ആകാശവും ഉണ്ടാകും മുൻപേ, സൃഷ്ടികൾക്ക് ആരംഭമായി ദൈവം സൃഷ്ടിച്ചതായിരുന്നു ദൂതന്മാർ.
ഈ ദൂതന്മാരിൽ പ്രധാനികൾ 3 പേരാണ്: ഗബ്രിയേൽ, മിഖായേൽ, ലൂസിഫർ. ഇതിൽ ലൂസിഫറിന് പ്രത്യേകമായി ചില കഴിവുകൾ ദൈവം കൊടുത്തു. അവനെ നിർമ്മിച്ചത് നവരത്നങ്ങളാലായിരുന്നു. ആ നവരത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ലൂസിഫർ എന്ന ദൂതനെ ഒരു സംഘദൂത കൂട്ടത്തേക്ക് ദൈവം കൊടുത്തു. ഈ 3 ദൂതന്മാർക്കും 3 ഉദ്ദേശമുണ്ടായിരുന്നു ദൈവത്തിന്റെ സൃഷ്ടിയിൽ. മീഖായേലിനെ ദൈവം സൃഷ്ടിച്ചത് യുദ്ധം ചെയ്യുവാൻ, പടപൊരുതുവാൻ. ഗബ്രിയേലിനെ നിയോഗിച്ചത് ദൂതുവാഹിയായി, വാർത്താവാഹിയായി. ലൂസിഫറിനെ നിർമ്മിച്ചത് ആരാധിക്കാൻ, ദൈവത്തെ സദാസമയവും ആരാധിക്കാൻ. ഈ സദാസമയം ദൈവത്തെ ആരാധിക്കുവാൻ നിർമ്മിക്കപ്പെട്ട ലൂസിഫർ തന്റെ ഉള്ളിൽ നിഗളം ഉണ്ടാകുകയും ദൈവത്തെക്കാൾ ഉന്നതനാകുവാൻ ശ്രമിക്കുകയും ദൈവസിംഹാസനത്തിന് മുകളിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ദൈവം ലൂസിഫർ എന്ന ദൂതനെ വെട്ടിത്താഴെയിട്ടു. ആ വെട്ടി വീഴപ്പെട്ട ദൂതനായിരുന്നു പിന്നത്തേതിൽ സാത്താനായി ഭവിച്ചത്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താൻ ആരംഭിക്കുക, സാത്താന്റെ ആരംഭം. അവൻ ദൂതനായിരുന്നത് കൊണ്ടാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ വെളിച്ചദൂതന്റെ വേഷത്തിൽ അവൻ വരുന്നത്. അവനെ പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ. അവന് പല കഴിവുകളുണ്ട്. അതുകൊണ്ട് ദുഷ്ടപിശാചിന്റെ ആരംഭം ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ സാത്താന്റെ നാശവും അവന്റെ അവസാനവും കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ സാത്താൻ ഇല്ലാതാകുക, സാത്താനെ തകർക്കുക, അവന്റെ നാശം സംഭവിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒന്നാം മനുഷ്യനായ ആദാമിന്റെ വിവാഹം. ശ്രദ്ധിക്കേ, ഒന്നാം മനുഷ്യനായ ആദാമിന്റെ വിവാഹം. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നത് കുഞ്ഞാടിന്റെ കല്യാണം. കുഞ്ഞാടെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ വിളിക്കുന്ന ഒടുക്കത്തെ ആദാമെന്ന. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാമത്തെ ആദാമിന്റെ വിവാഹം, വെളിപ്പാട് പുസ്തകത്തിൽ ഒടുക്കത്തെ ആദാമിന്റെ വിവാഹം അഥവാ കുഞ്ഞാടിന്റെ വിവാഹം. ഞാൻ ഇവിടെ ഒരു വാക്കുകൂടി പറയട്ടോ. വിവാഹം നടത്തുന്നതാരെന്നത് നമ്മളൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്. ഒരു സഭയുടെ ഏറ്റവും ഉന്നതനായ വ്യക്തി എൻ്റെ കുഞ്ഞിന്റെ വിവാഹം നടത്തിയാൽ അതൊരു ബ്ലെസ്സിങ് ആകുമെന്ന് നാം ചിന്തിക്കുന്നവരാ. എന്ന് പറയുന്ന നല്ലൊരു അഭിഷക്തൻ എൻ്റെ കുഞ്ഞിന്റെ വിവാഹം നടത്തിയാൽ എൻ്റെ കുഞ്ഞിന്റെ ഭാവി ജീവിതം പാസുരമാകുമെന്ന് ചിന്തിക്കുന്നവരാ നാം എല്ലാവരും. അതുകൊണ്ട് സാധാരണ നമ്മുടെ കുഞ്ഞിന്റെ വിവാഹം നടക്കുമ്പോൾ ഏറ്റവും നല്ല അഭിഷക്തൻ, നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദൈവഭക്തനെ കൊണ്ട് വിവാഹം നടത്തിക്കുവാൻ ശ്രമിക്കാറുണ്ട്. തെറ്റിദ്ധരിക്കരുത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തനായ മനുഷ്യൻ നമ്മുടെ കുഞ്ഞിന്റെ വിവാഹം നടത്തിയാലും ആ കുടുംബജീവിതം നന്നാകണം എന്നില്ല. അങ്ങനെ നന്നാകും എങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹീതനായി വിവാഹം കഴിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരൊറ്റ വ്യക്തിയുള്ളൂ. ആ വ്യക്തി ആദാമാ. ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹീതമായി വിവാഹം നടന്നതും ആദാമിന്റെയാ. ആദാമിനെ വിവാഹം കഴിപ്പിച്ചത് പാസ്റ്ററല്ല, ബിഷപ്പല്ല, തിരുമേനിയല്ല, പ്രവാചകനല്ല, സർവത്തിൻ്റെയും ഉടമയും സർവചരാചരത്തിൻ്റെയും ഉടമയും അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവുമായ സാക്ഷാൽ ദൈവമാണ്. അപ്പൊ ദൈവം വിവാഹം നടത്തിയതാണ് ആദാമിന്റെ വിവാഹം. അതിനേക്കാൾ വലിയൊരു വിവാഹം ഈ ലോകത്തിൽ വേറെ ആർക്കും നടത്താൻ പറ്റില്ല. ഏറ്റവും ശക്തനായി, ഏറ്റവും അനുഗ്രഹീതനായി, ഏറ്റവും ശ്രേഷ്ഠനെന്ന് ലോകത്തിന് പറയാൻ കഴിയും ദൈവം തന്നെ കരം പിടിച്ചൊന്നിപ്പിച്ച് ആസ്വദിപ്പിച്ച വിവാഹം ആദാമിന്റെ വിവാഹം. പക്ഷെ ഓർത്തു നോക്കണേ, ആദാമിന്റെ വിവാഹം നടത്തിയ ശേഷം അവർക്ക് മക്കളുണ്ടായി. ആ മക്കളുണ്ടാകും വരെ അവർക്ക് പറയാൻ പറ്റും നമ്മുടെ വിവാഹം നടത്തിയ ദൈവമാ. നേരിട്ട് നമ്മളൊക്കെ വിവാഹം നടത്തുമ്പോൾ
ദൈവ സാന്നിധ്യം നമ്മിലുണ്ട്. പക്ഷെ ദൈവം നേരിട്ട് നടത്തിയത് ആദാമിൻ്റെയാണ്. പക്ഷെ കണ്ടോ, അല്പം കഴിഞ്ഞു മക്കൾ രണ്ടായി. ഒരുവനെ കൊന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാരുണ്ടെങ്കിൽ വിളിച്ചു പറയുവാൻ കഴിയുന്ന വാക്കിങ്ങനെയാ: കൊലപാതകന്റെ വീട്. ഇന്നലകളിൽ ദൈവം വിവാഹം നടത്തിയ വീട്, ഇന്നുകളിൽ കൊലപാതകന്റെ വീട്. അർത്ഥന്ന, എത്ര നല്ല വ്യക്തി വിവാഹം നടത്തിയാലും പ്രയോജനമില്ല. വിവാഹിതരാകുന്നവർ വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ചിരിക്കണം. ഇല്ലെങ്കിൽ പരാജയമാ, ഇല്ലെങ്കിൽ തോൽവിയാ. അതുകൊണ്ട് ഓർക്കണം, എൻ്റെ കുഞ്ഞിന്റെ വിവാഹം ഇത്രയും ഇന്ന വ്യക്തി നടത്തണം, ഇത്ര ആഡംബരത്തോട് നടത്തണം, ഒന്നും വേണ്ട. ദൈവം നടത്തിയാലും പ്രയോജനമില്ല. നടത്തപ്പെടുവാൻ ഇടവരുന്ന ആ വ്യക്തികൾ, ആ പുരുഷനും സ്ത്രീയും അവരെ ജീവിതം മുൻപോട്ട് നയിക്കേണ്ട വിധങ്ങൾ ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ദൈവം ഓർപ്പിച്ചിട്ടുണ്ട്. ഇവരെ ഒന്നിപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞിരുന്നു ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്. അതുകൊണ്ട് വേർപെട്ട പെന്തക്കോസ് വിഭാഗങ്ങളിലും വേർപെട്ട ദൈവമക്കളെ വിഭാഗത്തിൽ പലരും പറയും സമയം ഒത്തിരിയാകുന്നു. പക്ഷേ സമയം ഒത്തിരിയായാലും ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, വചനങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നടത്തുന്ന ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയാകത്തില്ല, ഈ വചനങ്ങൾ നിങ്ങൾക്ക് നന്മയാകും. അപ്പോൾ വേദപുസ്തകത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ മനുഷ്യനായ ആദാമിന്റെ വിവാഹം കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒടുക്കത്തെ ആദാമായ കുഞ്ഞാടിന്റെ വിവാഹം കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപം ആരംഭിക്കുന്നു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ദൈവം ശാപം കൊടുക്കുകയാണ്. 4 കൂട്ടർക്ക് ശാപം കൊടുത്തു. ഒന്ന്, പുരുഷന് ദൈവശാപം കൊടുത്തു. ദൈവകൽപ്പന ലംഘിച്ചത് കൊണ്ട് നീ വിയർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കണം. സ്ത്രീയോട് പറഞ്ഞു, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അവരെ വഞ്ചിച്ച പിശാച് സർപ്പത്തിന്റെ രൂപത്തിൽ വന്നതുകൊണ്ട് സർപ്പത്തോട് ദൈവശാപം കൊടുത്തു, നീ ഉരസുകൊണ്ട് ഗമിച്ച് പൊടി തിന്നും. ഭൂമിയോട് ദൈവശാപം കൊടുത്തു, നിന്നിൽ നിന്ന് മുള്ളും പറക്കാരയും മുളച്ചു വരട്ടെ. ഈ 4 കൂട്ടർക്ക് ശാപം കിട്ടിയപ്പോൾ ആ ശാപത്തിന്റെ ഫലമായി ഭൂമി മുഴുവൻ ശപിക്കപ്പെട്ടു. ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ സ്ഥലം ഇതുവരെയില്ല. നമ്മൾ പലതും പറയും വിശുദ്ധ സ്ഥലം, നമ്മൾ പറയാറില്ലേ വിശുദ്ധ നാട്ടിലേക്കൊരു സന്ദർശനം. അങ്ങനെയൊരു നാടില്ല. ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ സ്ഥലമില്ല, ഒരു വിശുദ്ധ ഇടമില്ല. ചിലർ പറയത്തില്ലേ, ഇന്ന സ്ഥലത്ത് വലിയ പോരാട്ടമുണ്ട്, അവിടെ വീട് വെക്കരുത്. ഇന്ന സ്ഥലത്തൊരു വരുത്തുപോക്കുണ്ട്, അവിടെ താമസിക്കാൻ കൊള്ളില്ല. ചുമ്മാതാ. അങ്ങനെ പ്രത്യേകമായ വരുത്തുപോക്കുള്ള ശാപം മാറപ്പെട്ട ഒന്നില്ല. ഈ ഭൂമി മുഴുവൻ പിശാചിന്റെ അധീനതയില. ഈ ഭൂമിയിൽ മുഴുവൻ സാത്താൻ ഊടാടിക്കൊണ്ടിരിക്കുക. ഈ ഭൂമിയിൽ മുഴുവൻ ശാപം കിടക്കുക. എന്നാൽ ഓർക്കണം, ആ ശാപം നിറയപ്പെട്ട ഭൂമിയുടെ ശാപഗ്രസ്തമായ സ്ഥലത്ത് ദൈവ ഭയമുള്ളവൻ കാലുകുത്തി കഴിയുമ്പോൾ അവിടുത്തെ ശാപം ദൈവം മാറ്റുകയാണ്. ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ എവിടെയും വീട് വെക്കാം. നിന്റെ വീടിരിക്കുന്ന അമ്പലത്തിന്റെ തൊട്ട് താഴെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിന്റെ വീടിരിക്കുന്ന മന്ത്രവാദിയുടെ വീടിന്റെ ഒപ്പമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മന്ത്രവാദി ഓടത്തേയുള്ളൂ, നിനക്കൊന്നും പറ്റത്തില്ല. കാരണം അവനേക്കാൾ വലിയവൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. അവരെക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് എവിടെ ആർക്കും ദൈവനാമത്തിൽ വീട് വെക്കാം. അതിന്റെ ബൈബിൾ പറയുന്നത് നമ്മുടെ ഭവനത്തിന് അടിസ്ഥാനമുണ്ടാകണം, ക്രിസ്തു എന്ന അടിസ്ഥാനം. നമ്മുടെ ഭവനത്തിലേക്ക് വരാൻ ഒരു വഴി വേണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ ദൈവം എന്ന വഴിയിൽ കൂടി, ക്രിസ്തു എന്ന വഴിയിൽ കൂടി, ക്രിസ്തു എന്ന അടിസ്ഥാനമുള്ള ഭവനത്തിൽ ഒരു വാതിൽ വേണം. ആ വാതിലാരാ? ഞാൻ വാതിലാകുന്നു, ക്രിസ്തു. ആ വീട്ടിൽ വെളിച്ചം വേണം. ബൈബിൾ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ കണ്ടോ, ഒരു വീടിന്റെ അടിസ്ഥാനം ക്രിസ്തു,
വീട്ടിലേക്കുള്ള വഴി ക്രിസ്തു, വീട്ടിലെ വാതിൽ ക്രിസ്തു, വീടിനകത്തെ വെളിച്ചം ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ആ വീട് ഒരിക്കലും നശിക്കില്ല. അപ്പൊ ഓർത്തു നോക്കണം, എത്ര ശപിക്കപ്പെട്ട ഭൂമിയിലും ശാപത്തെ മാറ്റുന്നവൻ കൂടെയുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, നാം ഭയപ്പെടേണ്ട. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപം ആരംഭിക്കുക, ശാപം തുടങ്ങുക. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ വായിക്കുന്നു, ഇനി ഒരു ശാപവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ ശാപം മാറുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഇനി ശാപം ഇല്ല. അപ്പൊ കണ്ടോ, ഉൽപ്പത്തി പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും തമ്മിൽ ചേർക്കുന്ന പല അത്ഭുതത്തിന്റെ ചാലുകൾ ഉണ്ട്. ഇനി അടുത്തത് എന്താണ് വെളിപ്പാട്? വെളിപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിനെ അല്ലെങ്കിൽ മനുഷ്യനെ മറ്റു വിധങ്ങളിൽ അറിയുവാൻ കഴിയാത്ത സംഭവങ്ങളെ, അറിയാൻ കഴിയാത്ത വിഷയങ്ങളെ ദൈവം പ്രകാശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. പറഞ്ഞാൽ മനുഷ്യർക്കൊരു വിധത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത വിഷയങ്ങളെ ദൈവം പ്രകാശിപ്പിക്കുന്ന പ്രവൃത്തിക്കാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. നമ്മുടെ മുൻപിൽ മറഞ്ഞിരിക്കുന്ന ഒന്നിനെ ആ മറയെ മാറ്റിയിട്ട് കാണിച്ചു തരുന്ന പ്രക്രിയ, അതാണ് വെളിപ്പാട്. വെളിപ്പാട് എന്ന് പറയുമ്പോൾ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നേരിട്ട് നൽകുന്ന ചില വെളിപ്പാടുണ്ട്. ദൈവം നേരിട്ട് നൽകുന്ന, ചില പറയത്തില്ലേ, ദൈവം എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെടാം. ദൈവം എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ അറിയാം. അപ്പൊ ദൈവം നേരിട്ട് പറയുന്ന വെളിപ്പാടുണ്ട്. പക്ഷെ എല്ലാം ദൈവം നേരിട്ട് പറയൂല. എല്ലാം ദൈവം നേരിട്ട് പറയൂല. ദൈവം വെളിപ്പാട് കൊടുക്കുന്ന 5 വിധം ബൈബിളിൽ ചേർത്തിട്ടുണ്ട്. ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ പറ്റുന്ന 5 വിധങ്ങൾ അത് വെളിപ്പാടായി ദൈവം തന്നിട്ടുണ്ട്. ഒന്ന്, വായിക്കണ്ട, ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം സംസാരിക്കുന്ന ഒന്നാമത്തെ വിധം ദൂതന്മാർ മുഖാന്തരം. ആര് നിമിത്തമാ? ദൂതന്മാർ മുഖാന്തരം. അപ്പൊ ദൂതന്മാരിൽ കൂടി ദൈവത്തിനൊരു വ്യക്തിയോട് സന്ദേശം അറിയിപ്പാനുണ്ടെങ്കിൽ ആ സന്ദേശം അറിയിക്കും. അറിയിച്ച വ്യക്തിയുടെ പേരാണ് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 18-ൽ വായിക്കുമ്പോൾ കാണുന്ന 2 പേർ. ഒന്ന് അബ്രഹാം, 2 ലോത്ത്. അപ്പൊ ഈ അബ്രഹാമിനോടും ലോത്തിനോടും ദൈവം നേരിട്ട് വന്ന് ദൂത് കൊടുക്കുകയല്ല, ദൂതന്മാർ മുഖാന്തരം കൊടുത്തു. അപ്പൊ ദൈവം ദൂതന്മാരിൽ കൂടി മനുഷ്യനോട് സംസാരിക്കുന്നു. അബ്രഹാമിനോട് ദൂതൻ നിമിത്തം സംസാരിച്ചു, ലോത്തിനോട് ദൂതൻ നിമിത്തം ദൈവം സംസാരിച്ചു. അപ്പൊ ദൈവത്തിന് വെളിപ്പാട് കൊടുക്കുന്ന 4-5 വിധങ്ങളിൽ ഒന്നാമത്തെ വിധം ദൂതന്മാരിൽ കൂടി വെളിപ്പാട് കൊടുക്കുന്നു. 2, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകന്മാരിൽ കൂടി ദൈവം വെളിപ്പാട് കൊടുക്കുന്നു. പ്രവാചകന്മാരിൽ കൂടി. പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി എടുത്തു പറയുന്നില്ല. 2 വിധ പ്രവാചകന്മാരുണ്ട്. ഒന്ന്, ദൈവം ദൂത് കൊടുത്ത പ്രവാചകൻ, ദൈവം അരുളപ്പാട് കൊടുത്ത പ്രവാചകൻ, ദൈവം സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ, ദൈവം തന്നോട് ചേർത്ത് നിർത്തുവാൻ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ. അപ്പോൾ തന്നെ രണ്ടാമത്തൊരു പ്രവാചക കൂട്ടമുണ്ട്, കള്ളപ്രവാചകർ. കള്ളപ്രവാചകർ. ഈ ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരും ദൈവിക പ്രവാചകന്മാരല്ല. ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന പ്രവചനം ദൈവിക പ്രവചനമല്ല. ഒരു കുടുംബത്തെ പണിയുന്നതാണ് ദൈവിക പ്രവചനം. അപ്പൊ ദൈവിക ദൂത്, ദൈവിക വെളിപ്പാട് പ്രവാചകന്മാർ വഴി ദൈവം കൊടുക്കുന്നു. മൂന്നാമത്, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലും സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലും വായിച്ചു വരുമ്പോൾ മൂന്നാമത്തെ വെളിപ്പാട് കാണാൻ കഴിയും.
സ്വപ്നത്തിൽ കൂടി. ദൈവം സ്വപ്നത്തിൽ കൂടി വെളിപ്പെടും. ദാനിയേലിന് ദൈവം എങ്ങനെ വെളിപ്പെട്ടത്? സ്വപ്നത്തിൽ കൂടി. അപ്പൊ ദൈവം വെളിപ്പാട് കൊടുക്കുമ്പോൾ ഒന്ന് ദൂതന്മാർ നിമിത്തം കൊടുക്കും, രണ്ട് പ്രവാചകന്മാർ നിമിത്തം കൊടുക്കും, മൂന്ന് സ്വപ്നങ്ങളിൽ കൂടി കൊടുക്കും. നാലാമത് യെശയ്യാ പ്രവചനം 1:1. ഞാൻ വായിപ്പിക്കാത്തത് സമയത്തിന്റെ മുൻപോട്ടുള്ള ഒഴുക്ക് ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി. യെശയ്യാ പ്രവചനം 1:1, സെക്രിയ പ്രവചനം 1:1 ആദ്യായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം വെളിപ്പാട് കൊടുക്കുന്ന നാലാമത്തെ വിധം കൊടുത്തിട്ടുണ്ട്, ദർശനങ്ങളിൽ കൂടി. യഹോവയുടെ ദർശനങ്ങൾ ദൈവം പ്രവാചകന്മാർക്കോ ശുശ്രൂഷകന്മാർക്കോ വ്യക്തികൾക്കോ കൊടുക്കും. അപ്പൊ ദൈവം ദർശനങ്ങളിൽ കൂടി വെളിപ്പാട് കൊടുക്കും. ഒന്നുകൂടി പറയാം, ഒന്ന് ദൂതന്മാരിൽ കൂടി, രണ്ട് പ്രവാചകന്മാരിൽ കൂടി, മൂന്ന് സ്വപ്നത്തിൽ കൂടി, നാല് ദർശനങ്ങളിൽ കൂടി, അഞ്ച് അത്ഭുതങ്ങളിൽ കൂടി. അത്ഭുതങ്ങളിൽ കൂടി മോശയോട് ദൈവം സംസാരിച്ചത് അത്ഭുതങ്ങളിൽ കൂടിയ. ഒരു മുൾപടർപ്പ് തീ കത്തുന്നു, മുള്ള് കത്തി ദ്രവിക്കുന്നില്ല. തീപ്പടർപ്പിൽ കൂടി ദൈവം മോശയോട് സംസാരിച്ചു. യോനയോട് ദൈവം സംസാരിച്ചത് കടലിലെ മത്സ്യത്തിൽ കൂടിയാ. അപ്പൊ ദൈവത്തിന് അത്ഭുതങ്ങളിൽ കൂടി വെളിപ്പാട് കൊടുക്കുവാൻ കഴിയും. അങ്ങനെ വെളിപ്പാട് കിട്ടുന്ന 5 വിധമാണ് ഞാൻ ഓർപ്പിച്ചത്. ഒന്നുകൂടി പറയാം, ദൈവം നേരിട്ട് തരുന്ന വെളിപ്പാടുണ്ട്, എന്നാൽ ദൈവം മറ്റുള്ളവരിൽ കൂടി തരിക്കുന്ന വെളിപ്പാടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അപ്പസ്തോല പ്രവൃത്തി വായിച്ചു വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, കൊർന്നല്യോസിനെ സ്നാനത്തിന് വേണ്ടി ദൈവം ഒരുക്കാൻ പോകുക. ഈ കൊർന്നല്യോസിനെ ഒരുക്കുമ്പോൾ ദൈവം കൊർന്നല്യോസിനോട് സംസാരിക്കുന്നുണ്ട്. കൊർന്നല്യോസിനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുമ്പോൾ കൊർന്നല്യോസിനോട് പറഞ്ഞ വാക്കുണ്ട്, നീ ആളയച്ച് തോൾക്കൊല്ലക്കാരെ ശീമോന്റെ വീട്ടിൽ താമസിക്കുന്ന ശീമോൻ എന്ന പത്രോസിനെ വരുത്തുക. അവൻ നിന്നോട് പറയുന്നത് നീ അനുസരിക്ക. നിങ്ങൾ ശ്രദ്ധിക്കണേ ആ വാക്കേ. ദൈവം കൊർന്നല്യോസോട് സംസാരിക്കുക. ഈ സംസാരിക്കുന്ന ദൈവത്തിന് കൊർന്നല്യോസിനോട് ഈ പത്രോസ് പറയേണ്ട കാര്യം കൂടി പറയരുതോ? ഈസി ആയിട്ട് പറയാം, പക്ഷെ പറഞ്ഞില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ ആളയക്കണം, തോൾക്കൊല്ലക്കാരെ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസിനെ വരുത്തണം. അവൻ നിന്നോട് സംസാരിക്കുന്നത് നീ അനുസരിക്കണം. എന്നാൽ ഈ പത്രോസ് പറയേണ്ട കാര്യം ദൈവത്തിനങ്ങ് പറഞ്ഞാ പോരെ? പറഞ്ഞാ മതി, പക്ഷെ പറയില്ല. ദൈവം അതിനു മുൻപേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വരുമ്പോൾ വായിക്കണ്ട, യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും എന്റെ ശിഷ്യർ ആക്കിക്കൊള്ളുകയും. അതിന് തൊട്ടും പറയാ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല സൃഷ്ടികളെയും എന്റെ ശിഷ്യർ ആക്കിക്കൊള്ളുകയും. ഇത് യേശു കൽപ്പിച്ചത് ആരോടാ? ശിഷ്യന്മാരോട്. ശിഷ്യന്മാരാരാ? ബൈബിൾ പറയുന്നു, അവൻ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരിട്ടു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യാക്കോബയ സഭയിൽ ജനിച്ചവരോ, മർത്തോമാ സഭയിൽ ജനിച്ചവരോ, CSIയിൽ ജനിച്ചവരോ, പെന്തക്കോസിൽ ജനിച്ചവരൊന്നുമല്ല ക്രിസ്ത്യാനി. ക്രിസ്തുവിൽ ജനിച്ചവരാ. ക്രിസ്തുവിൽ ജനിച്ചവന്റെ പേരാ ക്രിസ്ത്യാനി. അപ്പൊ ക്രിസ്തുവിൽ ജനിച്ചവനാകണമെങ്കിൽ അവനിൽ ക്രിസ്തു ഉണ്ടാകണം. അപ്പൊ ക്രിസ്തുവിൽ ജനിച്ച ക്രിസ്ത്യാനിയെ ദൈവം ആദ്യം വിളിച്ച പേര് ശിഷ്യന്മാർ. അപ്പൊ ശിഷ്യനാകണമെങ്കിലോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം. അപ്പൊ സ്നാനമേറ്റ് ശിഷ്യനായവനെ ക്രിസ്തു ക്രിസ്ത്യാനിയാക്കി മാറ്റി. അവർക്ക് ദൈവം കൊടുത്ത ദൗത്യമാണ്, നിങ്ങൾ പുറപ്പെടണം, ഭൂലോകമൊക്കെയും സഞ്ചരിക്കണം, സകല സൃഷ്ടികളെയും ശിഷ്യർ ആക്കണം. ആ ശിഷ്യരാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഇത് ശിഷ്യന്മാരോട് കർത്താവ് കൽപ്പിച്ചതാ. അതുകൊണ്ടാ യേശു പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്, കൊർന്നല്യോസേ, നീ ആളയച്ചു പത്രോസിനെ വരുത്തണം.
ഞാൻ അവനെ നിയോഗിച്ച നിർദ്ദേശമുണ്ട്, അവനെ ഏൽപ്പിച്ച ദൗത്യമുണ്ട്. ദൈവമക്കളെ ഓർക്കണം, ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നീ സ്നാനപ്പെടാൻ പറയത്തില്ല. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നീ ആരാധിക്ക് പോകാൻ പറയത്തില്ല. ദൈവം തന്റെ ദാസന്മാരിൽ കൂടി സംസാരിക്കുന്നത് ദൈവത്തിന്റെ ദൂതാ, ദൈവത്തിന്റെ വചനമാ. എന്ന് പറഞ്ഞാൽ എന്നിൽ കൂടി, ഷൈജു പാസ്റ്ററിൽ കൂടി, ദൈവത്തിന്റെ അഭിഷക്തന്മാരിൽ കൂടി ദൈവം സംസാരിക്കുമ്പോൾ ഓർത്തുകൊള്ളും, ദൈവത്തിന് സംസാരിക്കാനുള്ളത് ദൈവം തന്നെ അഭിഷക്തന്മാരുടെ മേൽ തന്നിരിക്കുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദർശനത്തിൽ കൂടി ദൈവം നൽകി തരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരുമല്ലോ, അതിന് വേഗത്തിൽ പോകാം. ഈ പുസ്തകം, വെളിപ്പാട് പുസ്തകം എഴുതുവാൻ ദൈവം നിയോഗിച്ചത് യോഹന്നാൻ എന്ന അപ്പസ്തോലനെയാണ്. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം. യോഹന്നാൻ എന്ന അപ്പസ്തോലനെയാണ് വെളിപ്പാട് പുസ്തകം എഴുതുവാൻ ദൈവം നിയോഗിച്ചത്. ഈ യോഹന്നാൻ എഫെസോസ് സഭയുടെ മൂപ്പനായിരുന്നു. എഫെസോസ് സഭയുടെ മൂപ്പൻ ആയിരുന്നു. ഈ എഫെസോസ് സഭയുടെ മൂപ്പനായിരുന്ന യോഹന്നാൻ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നു. യേശുവിന്റെ മാർവോട് ചാരാൻ ഭാഗ്യം ലഭിച്ച ഒരു അനുഗ്രഹീത ദൈവകുഞ്ഞായിരുന്നു. ചരിത്രം പറയുന്നത് ഈ യോഹന്നാൻ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പോയതുകൊണ്ട് തന്നെ തകർക്കാൻ അന്നത്തെ ഭരണകൂടം പദ്ധതിയിട്ടു. അതിൽ തന്നെ പിടിച്ച് ജീവനോടെ തിളച്ച എണ്ണയ്ക്കകത്തിട്ടു. തിളച്ച എണ്ണയിലും ഒരു വെള്ളത്തിൽ മീൻ തുള്ളിച്ചാടുന്ന പോലെ ദേഹത്ത് പൊള്ളലേൽക്കാതെ യോഹന്നാൻ ആ എണ്ണയിൽ തുള്ളിച്ചാടാൻ തുടങ്ങി. ഞാനിതിന്റെ ആശയത്തിലേക്കൊന്നും പോകുന്നില്ല. മക്കളെ, പ്രതികൂലത്തിന്റെ എണ്ണയ്ക്കകത്ത് നീ വീഴപ്പെട്ടാലും, പ്രതികൂലത്തിന്റെ തിളച്ച എണ്ണയിൽ നീ വീഴപ്പെട്ടാലും നീ പതറിപ്പോകണ്ട. നീ എണ്ണയിലല്ല വീഴുന്നത്, ദൈവത്തിന്റെ കൈക്കകത്താ. നിങ്ങൾക്കറിയാം, ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടെന്ന്. സിംഹത്തിന്റെ എന്ന് പറഞ്ഞാൽ ഒരു സിംഹമൊന്നും അല്ല കേട്ടോ, ഒത്തിരി സിംഹമുണ്ട്. വിശപ്പ് സഹിക്കവയ്യാതെ പട്ടിണി കിടക്കുന്ന സിംഹത്തിന്റെ കുഹയിലേക്ക് ഒരു മനുഷ്യനെ ഇട്ട് കഴിഞ്ഞാൽ സ്ഥിതി എന്താ? പക്ഷേ അവൻ വീഴപ്പെട്ടത് സിംഹത്തിന്റെ പുറത്തേക്കല്ല, ദൈവത്തിന്റെ കയ്യിലേക്കാ. ശന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചൂളയിൽ വലിച്ചിട്ടു. ഇട്ട ഭരണകർത്താവ് ചോദിക്കുക, നമ്മൾ ഇട്ടത് 3 പേരെയല്ലയോ? ഇപ്പൊ തീക്കകത്ത് കൂടി 4 പേര് നടക്കുന്നുണ്ടല്ലോ. ഒരുവന്റെ രൂപം ദൈവപുത്രന്റെ രൂപം പോലെയുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം, അവൻ 4-മനല്ല, അവനാ 1-മൻ. നീ തീച്ചൂളയിൽ വീടും മുൻപേ ആ തീക്കകത്ത് അവൻ നിൽപ്പുണ്ട്. പ്രകൃതിയെ സൃഷ്ടിച്ചവൻ, സർവചരാചരത്തിന് ഉടമയായവൻ നിന്നെ കൈവെള്ളയിൽ താങ്ങി നിർത്താൻ അതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തോട് കൂടെ നിൽക്കുന്ന മക്കൾക്ക് ആ പീഡ കൂടുതലുള്ളത്. ഞാനിങ്ങനെ പറയാറുണ്ട്, കായ്ക്കുന്ന മരമുണ്ടോ ഏറുറപ്പാ, കായ്ക്കാത്ത മരത്തിന് ഏറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധികമൊന്നും ശ്രദ്ധിക്കാത്ത ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. അല്പം സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് പ്രതികൂലം കൂടുതലുള്ളത്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, നീ കായ്ച്ചു തുടങ്ങി എന്ന ചിന്ത നിന്നിൽ വരട്ടെ. കായ്ച്ചോ, ഏറുറപ്പാ. ഏറി കിട്ടി എന്ന് പറഞ്ഞ് കായ്ഫലം നിർത്തരുത്, ഇരട്ടി ഇരട്ടി കാച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കുക. അപ്പൊ യോഹന്നാൻ എന്ന അപ്പസ്തോലനെ തിളച്ച എണ്ണയിലിട്ടു, പക്ഷേ തകർക്കുവാൻ കഴിഞ്ഞില്ല. അവനെ പിടിച്ച് നാട് കടത്തി. നാട് കടത്തിയത് പത്മോസ് എന്ന ദ്വീപിലേക്കാ. ആ ദ്വീപിന്റെ പ്രത്യേകതയും 1-2 വാക്കിൽ ഓർപ്പിച്ചിട്ട് ഞാൻ മുൻപോട്ട് വരാം. പത്മോസ് എന്ന ദ്വീപിലേക്ക് ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയി. പത്മോസ് എന്ന ദ്വീപ് ഏകദേശം 13 കിലോമീറ്റർ നീളമുള്ള
ഈ ദ്വീപ് എന്ന് പറയുന്നത് ഈജിയൻ കടലിനകത്തുള്ള ദ്വീപ. ഏകദേശം 13 കിലോമീറ്റർ നീളവും 9 കിലോമീറ്റർ വീതിയും. 13 കിലോമീറ്റർ നീളം, 9 കിലോമീറ്റർ വീതിയുള്ള ഒരു ദ്വീപാണ് ഈ പത്മോസ് എന്ന ദ്വീപ്. ഈ ദ്വീപിൽ വൃക്ഷങ്ങൾ ഇല്ല, പാറക്കെട്ടുകളാ, കടൽ ജീവികളാ, വൻ ശക്തമായ വിഷത്തേളുകളാ, വിഷപ്പാമ്പുകളാ. ഈ ദ്വീപിൽ വളരെയധികം ഭയാനകത ജനിപ്പിക്കുന്ന കടലിന്റെ ഇരമ്പല. ചുറ്റും വെള്ളമാണ്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പാറക്കൂട്ടങ്ങളാൽ നിപുണമായ കടൽ ജീവികൾ കയറിക്കിടക്കുന്ന, വിഷപ്പാമ്പും വിഷത്തേലും സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ്. ഈ ദ്വീപിൽ വർഷത്തിൽ 2 പ്രാവശ്യം രാജദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട കുറ്റവാളികളെ കൊണ്ടയിടും. ഇത് റോമൻ ഭരണകൂടം ചെയ്ത ഒരു ക്രൂരമായ വ്യവസ്ഥയായിരുന്നു. ഈ ദ്വീപിൽ വരുന്നവർക്ക് രക്ഷപ്പെടാൻ പിന്നെ സാധ്യമല്ല. ആ ദ്വീപിനകത്ത് കൊണ്ടകിട്ട് കഴിഞ്ഞാൽ ഭക്ഷണമില്ല. ഈ കടൽ വെള്ളം കുടിക്കണം. കടൽ ജീവികൾ ഉണ്ടെങ്കിൽ തല്ലിക്കൊന്നു തിന്നാം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മുൻപോട്ട് പോകാൻ പറ്റില്ല. ഈ കടൽ വെള്ളം മറ്റും ഉപ്പുവെള്ള, ശരീരം തകരും, ശരീരം ക്ഷീണിക്കും, വല്ലാത്ത അവസ്ഥയാകും. തൽഫലമായിട്ട് 6 മാസം കൊണ്ട് ഈ മനുഷ്യൻ ചത്തുപോകും. ഈ മരിക്കുന്ന മനുഷ്യനെ കൊത്തിപ്പറിച്ച് തിന്നാൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ ചുറ്റിപ്പറക്കുന്നുണ്ട്. ഈ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുടെ മുൻപിൽ കിടക്കുന്ന ശവത്തെ കൊത്തിപ്പറിച്ച് നിന്നിട്ട് അസ്ഥികൾ ശേഷിക്കുന്നുണ്ട്. അസ്ഥികൾ ചിതറിക്കിടപ്പുണ്ട്. ഇങ്ങനെ ഒരു വിധത്തിലും സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, ആശ്വാസമില്ലാത്ത, ആനന്ദമില്ലാത്ത, ദുഃഖം മാത്രം തളം കെട്ടിക്കിടക്കുന്ന, മാനസിക സംഘർഷത്തിൽ മുറി കിടക്കുന്ന ഒരു വല്ലാത്ത ദ്വീപാണ് പത്മോസ് ദ്വീപ്. മക്കളെ, ദൈവത്തെ അറിഞ്ഞ് നിനക്ക് ലഭിക്കുന്നത് പട്ടുമെത്തയൊന്നുമല്ല. പട്ടുമെത്ത കിട്ടും, പക്ഷേ അതിനിപ്പുറത്തൊരു കഷ്ടതയുണ്ട്. ഈ കഷ്ടത നടുവിലേക്കാണ് യോഹന്നാനെ കൊണ്ടയിടുന്നത്. യോഹന്നാനെ ഈ കഷ്ടതയുടെ നടുവിൽ കൊണ്ടയിട്ട ശേഷം അവൻ 6 മാസം കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത്. ഒരു ദൂത് ഞാനിവിടെ പറയാം. ദൈവമക്കളെ, അനേകർ ആ ദ്വീപിൽ മരിച്ചിട്ടുണ്ട്. അനേകരുടെ ശവം ആ ദ്വീപിലെ കഴുകന്മാർ കൊത്തി പറിച്ച് തിന്നിട്ടുണ്ട്. പക്ഷേ യോഹന്നാൻ അവിടെ വന്നത് ദ്വീപിൽ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കിടക്കാനോ കഴുകന്മാരുടെ ജീവിതത്തിന്റെ വിശപ്പടക്കാനുള്ള ഒരു ആഹാരമായിട്ടുമല്ല, എൻ്റെ ദൈവത്തിന് അവനോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു വഴിയാ. ഞാൻ ഒന്നുകൂടി പറയാം. ഒരുപക്ഷെ പ്രതികൂലത്തിന് നടുവിൽ നിന്നെ ആക്കിക്കഴിഞ്ഞാൽ ഓർത്തോളണം. പ്രതികൂലത്തിന് നടുവിൽ നിന്നെ ആക്കിക്കഴിഞ്ഞാൽ ഓർത്തുകൊള്ളണം, അതിനിപ്പുറത്ത് എന്തോ ചില നന്മകൾ ദൈവം തരാൻ പോകുക. ചില നന്മകൾ ദൈവം ഒരുക്കാൻ പോകുക. സത്യമാണ് കേട്ടോ, സത്യമാ. നീ ഓർക്കുന്നതിനെ പ്രതികൂലത്തിൽ കൊണ്ട് ഇട്ട് തകർക്കാനെന്ന് അല്ല, പ്രതികൂലത്തിനകത്തുകൂടി ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്ന് പറഞ്ഞ നിന്നോട് മാത്രമായി ദൈവത്തിന് ഇടപെടാനുണ്ടെങ്കിൽ ഒരു പക്ഷേ നിന്നെ കൊണ്ടുപോകുന്ന സ്ഥലം ക്രൂരതയേറിയ സ്ഥലമായിരിക്കാം. പക്ഷെ ക്രൂരതക്കകത്തു ദൈവത്തിന് നിന്നോട് ഇടപെടാനുണ്ട്. നിന്നെ ഒരുത്തൻ പോലും തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. സത്യല്ലേ? ഇതാ യോഹന്നാനെ കൊണ്ടുപോയി പത്മോസിൽ കൊണ്ടുകിട്ടു. ദൈവത്തിന് അവനോട് മാത്രം. എഫെസോസിലായാൽ അവന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. ഈ കഷ്ടതയിലാക്കിയെങ്കിലേ അവൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റൂ. മക്കളെ, ഒറ്റയ്ക്ക് നിന്നോട് സംസാരിക്കാൻ ചില കഷ്ടതകൾ ദൈവം തരും, ചില പ്രതികൂലങ്ങൾ തരും. പതറരുത്. ദൈവത്തിന് നിന്നോട് ചില വെളിപ്പാട് തരാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ദ്വീപിൽ വെച്ചാണ് ഈ ഗ്രന്ഥം അല്ലെങ്കിൽ പുസ്തകം എഴുതുവാൻ ദൈവം ഇടവരുത്തിയത്. വെളിപ്പാട് പുസ്തകത്തിന് അനവധി സവിശേഷതയുണ്ട്. ഞാൻ അതെല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം സമയം വേണം. അതുകൊണ്ട് ഞാൻ തൊട്ടൊന്ന് വെച്ച് ഓർപ്പിക്കാം. ഒന്ന്, ബൈബിളിൻ്റെ ഏറ്റവും സമാപ്തി കുറിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു തരാം. 2,
പുതിയ നിയമത്തിലെ ഏക പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം. യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞു കൊടുത്ത, യേശുക്രിസ്തു നേരിട്ട് കാണിച്ചു കൊടുത്ത, യേശുക്രിസ്തു നേരിട്ട് എഴുതുവാൻ കൽപ്പന കൊടുത്ത ഒരേ ഒരു പ്രവചനം വെളിപ്പാട് പുസ്തകമാണ്. നേരിട്ട് കാണിച്ച, നേരിട്ട് പറഞ്ഞു കൊടുത്ത, നേരിട്ട് എഴുതുവാൻ കൽപ്പന കൊടുത്ത ഏക പ്രവചന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ഈ പ്രവചന പുസ്തകത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള ഒരു പുസ്തകത്തിനും ഇല്ലാത്ത പ്രത്യേകത ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്: ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് കേട്ടോ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, ഇതിലെഴുതിയത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ഇതോടെ ഭാഗ്യം ലഭിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകത്തിൽ വളരെയധികം പ്രത്യേകമായി കൊടുത്തേക്കുന്ന ഒരു പ്രയോഗമാണ് ആരാധന. ആരാധനയുടെ ഗ്രന്ഥമെന്ന് വെളിപ്പാട് പുസ്തകത്തെ വിളിക്കാൻ സാധിക്കും. ഞാനതിൻ്റെ റെഫറൻസ് എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 1:6, 1:17, 4:8, 4:9, 4:11, 5:8, 5:10 അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് 20-ൽ പരം പ്രാവശ്യം ആരാധന എന്ന വാക്കെടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യത കൊടുത്തിരിക്കുന്ന പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിലൊന്നുകൂടി ഓർപ്പിക്കാം, ആരാധിക്കുന്നവന് വേണ്ടിയുള്ള പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആരാധിക്കുവാൻ കൊതിക്കുന്നവനെ ആരാധനയിലാക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഓക്കെ, ഈ പുസ്തകം പല പുതിയതിൻ്റെയും തുടക്കം കുറിക്കുന്ന പുസ്തകമാണ്. പുതിയതിൻ്റെ തുടക്കം. ഞാൻ അത് 1-2 വാക്ക് ഓർപ്പിക്കാം. 1, ഈ പുസ്തകത്തിൽ പുതിയ പേരുണ്ട്. 2-ാം അധ്യായം 17-ാം വാക്യം. ഇതിനകത്ത് ക്രിസ്തുവിന്റെ പുതിയ നാമമുണ്ട്. 3-ാം അധ്യായം 12-ാം വാക്യം. ഇതിനകത്ത് പുതിയ പാട്ടുണ്ട്. 5-ാം അധ്യായം 10-ാം വാക്യം. ഇതിനകത്ത് പുതിയൊരു ആകാശം വെളിപ്പെട്ടു വരുന്നുണ്ട്. 21-1. ഇതിനകത്ത് പുതിയ ഒരു ഭൂമി വെളിപ്പെട്ടു വരുന്നുണ്ട്. 21-1. ഇതിനകത്ത് പുതിയ ഒരു യെരൂശലേം പ്രത്യക്ഷപ്പെട്ടു വരുന്നുണ്ട്. 21-2. ഇതിനകത്ത് സർവ്വതും പുതുതാക്കുന്ന ഒരു പുതുമയെ കാണിക്കുന്നുണ്ട്. 21-5. അങ്ങനെ പുതിയതിൻ്റെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകം 7കളുടെ പുസ്തകമാണ്. 7കളുടെ എന്താ 7കൾ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ 2 പുസ്തകത്തെ 7കളുടെ പുസ്തകം എന്ന് പറയുന്നുണ്ട്. 1 എഫെസ്യ ലേഖനം, 2 വെളിപ്പാട് പുസ്തകം. എഫെസ്യ ലേഖനം രാജ്ഞീയ ലേഖനമാണ്. രാജ്ഞീയ ലേഖനമായ എഫെസ്യ ലേഖനത്തിൽ 6 അധ്യായമുണ്ട്. ഈ 6 അധ്യായത്തിൽ ഓരോ അധ്യായത്തിലും 7 കാര്യമുണ്ട്. 1-ാം അധ്യായം 7 അനുഗ്രഹം, 2-ാം അധ്യായം 7 വിധ ശാപാവസ്ഥ. അങ്ങനെ ഓരോ അധ്യായത്തിലും 7 കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകമാകിയാൽ എഫെസ്യ ലേഖനത്തെ 7കളുടെ പുസ്തകം എന്ന് പറയുന്നു. 7 കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇതുപോലെ വെളിപ്പാട് പുസ്തകത്തെയും 7കളുടെ പുസ്തകം എന്ന് പറയുന്നു. കാരണം ഓരോ അധ്യായത്തിലും 7 വിഷയങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. അനവധി 7കൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഞാൻ തൊട്ടൊന്ന് വെച്ച് പറഞ്ഞു തരാം. എഴുതാനായിട്ട് സമയം നിങ്ങൾക്കൊരു പക്ഷേ കിട്ടിയെന്ന് വരത്തില്ല. അല്പ സ്പീഡിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. 1, 7 ആത്മാക്കൾ. 2, 7 സഭ. 3, 7 നക്ഷത്രം. 4, 7 പൊൻനിലവിളക്ക്. 5, 7 ദ്വീപ്. 6, 7 മുദ്ര. 7, 7 കൊമ്പ്. 8, 7 കണ്ണ്. 9, 7 ദൂതന്മാർ. 10, 7 കാഹളം. 11, 7 ഇടിനാദം. 12, 7 തല. 13, 7 രാജമുടി. 14, 7 ബാധ. 15, 7 കലശം. 16, 7 മല. 17, 7 രാജാക്കന്മാർ. ഇങ്ങനെ 17 7കളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അപ്പൊ 7കളുടെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 7 കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെയധികം പ്രശസ്തമായ പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ഏറ്റവും അധികം വിശേഷണങ്ങൾ
പ്രഖ്യാപിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കൊന്ന് നോക്കാം. യേശുക്രിസ്തുവിന് 20 നാമങ്ങളും വിശേഷണങ്ങളും വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. യേശുക്രിസ്തു എന്ന ആ വ്യക്തിയുടെ, യേശുക്രിസ്തുവിന്റെ 20 വിശേഷണങ്ങൾ, 20 നാമങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിക്കണേ. പെട്ടെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അത് ഒന്നുകൂടി ക്ലിയർ ആകും. 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ മതി. യേശുക്രിസ്തു, വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ ഉപയോഗിക്കുന്ന നാമവിശേഷത്തിൽ 1 യേശു, 2 ക്രിസ്തു, 3 യേശു ക്രിസ്തു. ഈ 3 പ്രയോഗം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് 5-ാം വാക്യം 1:5 മതി. യേശുക്രിസ്തുവിന് കൊടുത്തേക്കുന്ന വിശേഷണങ്ങൾ രണ്ടാമത്തേത് വിശ്വസ്ത സാക്ഷി. യേശു ആരാണ്? വിശ്വസ്ത സാക്ഷി. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമാണ് യേശുവിനെ ഇത്രയും വിശേഷണങ്ങൾ കൊടുത്തേക്കുന്നത്. 1 യേശു, 2 ക്രിസ്തു, 3 യേശു ക്രിസ്തു. അതിനുശേഷം പറയുന്നു വിശ്വസ്ത സാക്ഷി. 5-ാം വാക്യം തന്നെ ഒന്നുകൂടി വായിച്ചേ. യേശുക്രിസ്തുവിന് കൊടുത്തേക്കുന്ന അടുത്ത വിശേഷണം മരിച്ചവരിൽ ആദ്യജാതൻ. മരിച്ചവരിൽ ആദിജാതൻ. അനവധി വ്യക്തികൾ മരിച്ചിട്ടുണ്ട്, ഉയർത്തിട്ടുണ്ട്. പക്ഷെ മരിച്ചവരിൽ ആദിജാതൻ എന്ന് വിശേഷണം പ്രാപിച്ച ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. ആരെ? യേശുക്രിസ്തു. കാര്യമെന്നാ? അനവധി പേർ മരിച്ചു, ഉയർത്തു. ആ ഉയർത്തവർ മുഴുവൻ വീണ്ടും മരിച്ചു. എന്നാൽ ഉയർത്ത ശേഷം വീണ്ടും മരിക്കാത്ത ഒരുവൻ മാത്രം, യേശുക്രിസ്തു. അതുകൊണ്ട് യേശുക്രിസ്തു മരിച്ചവരിൽ ആദിജാതൻ. ഇനി 5-ാം വാക്യം തന്നെ ഒന്നുകൂടി വായിച്ചേ. ഭൂരാജാക്കന്മാർക്ക് അധിപതി. അപ്പൊ യേശുക്രിസ്തുവിന് കൊടുത്തേക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ വിശേഷണങ്ങളിൽ 1 യേശു, അതിന് 3 പ്രയോഗം കൊടുക്കാം. യേശു ക്രിസ്തു, യേശു ക്രിസ്തു. 2 വിശ്വസ്ത സാക്ഷി. 3 മരിച്ചവരിൽ ആദിജാതൻ. 4 ഭൂരാജാക്കന്മാർക്ക് അധിപൻ. ഇനി 1-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ. 1-ാം അധ്യായം 8-ാം വാക്യം. യേശുക്രിസ്തുവിന് കൊടുത്തേക്കുന്ന അടുത്ത വിശേഷണ ആൽഫയും ഒമേഗയും. ആൽഫയും ഒമേഗയും. ഇനി 1-ാം അധ്യായം 8-ാം വാക്യം. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ഇതിനൊക്കെ വിവരണമുണ്ട്, ഞാൻ വിവരണത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ യേശു, യേശുക്രിസ്തു, യേശുക്രിസ്തുവിന്റെ വിശേഷണങ്ങളിൽ 1 യേശു ക്രിസ്തു, യേശുക്രിസ്തു. വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദിജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി, ആൽഫയും ഒമേഗയും, സർവശക്തിയുടെ ഉറവിടമായ ദൈവമായ കർത്താവ്. അടുത്തത് 2-ാം അധ്യായം 8-ാം വാക്യം. ആദ്യനും അന്ത്യനും ആയവൻ. ആദ്യം നാം ഓർപ്പിച്ചു ആൽഫയും ഒമേഗയും. ഇവിടെ വായിക്കുന്നു ആദ്യനും അന്ത്യനും ആയവൻ. 2-ാം അധ്യായം 8-ാം വാക്യം ഒന്നുകൂടി വായിച്ചേ. മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ, മരണമില്ലാത്തവൻ. യേശുക്രിസ്തുവിന് കൊടുത്തേക്കുന്ന അതിശക്തമായ വിശേഷണമാണ് മരണമില്ലാത്തവൻ, മരണത്തെ ജയിച്ചവൻ, ഇനി മരിക്കുവാൻ കഴിയാത്തവൻ. അടുത്തത് 1-ാം അധ്യായം 19-ാം വാക്യം. ഒന്നിന്റെ 19 18 ചേർത്ത് വായിച്ചേ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ. മരണത്തിന്റെയും
പാതാളത്തിലേക്ക് താക്കോൽ കൈവശമുള്ളവൻ. ഒരു വാക്ക് ഇവിടെ ദൂതായി പറയാം. പലരും പറയത്തില്ലേ ഞാൻ മരിക്കുമെന്ന്. ജീവിതത്തിൽ ഒരിക്കൽ പോലെ വാക്ക് നാം പറയരുത്. ജീവിതത്തിൽ ഒരിക്കൽ പോലെ ഞാൻ മരിക്കുമെന്നൊരു വാക്ക് പറയരുത്. കാരണം ജനിക്കുവാൻ നമുക്ക് അവകാശമില്ലായിരുന്നു. കൃപയാൽ നാം ജനിച്ചതാ. മരിക്കുവാൻ നമുക്ക് അവകാശമില്ല. ദൈവം തരുന്ന ഈ ആയുസ് മുഴുവൻ ജീവിക്കേണ്ടവരാ നാം. ദൈവത്തിന് സമയമാകുമ്പോൾ ദൈവം നമ്മെ മാറ്റിക്കോളും. ഞാൻ മരിക്കുമെന്ന് പറയരുത്. മരണമല്ല നമുക്ക് വേണ്ടത്, മരണത്തെ ജയിച്ചവനെ നമുക്ക് വേണ്ടത്. പ്രതികൂലം വരുമ്പോൾ ഞാൻ തീരുമെന്ന് പറയരുത്. നാവിൻ്റെ അറ്റത്താണ് അനുഗ്രഹവും ശാപവും ഇരിക്കുന്നത്. നമ്മുടെ നാവ് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കും ആയിരിക്കണം. മരണത്തിന്റെയും പാതാളത്തിനെയും താക്കോൽ എന്ന് പറഞ്ഞാൽ നീ മരിക്കണമോ മരിക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ദൈവമാ, പിശാചല്ല. നിന്നെ കൊല്ലുവാൻ പിശാചിന് അധികാരമില്ല. യോബിനോട് ദൈവം സംസാരിക്കുമ്പോൾ പിശാചി യോബിനെ കുറിച്ച് ദൈവത്തോട് പറഞ്ഞിങ്ങനെയാ, അവൻ എന്റെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചേ നിന്നെ അവൻ മറക്കും. ദൈവം പറഞ്ഞത്, നീ എന്ത് ചെയ്തു? അവന്റെ പ്രാണനെ മാത്രം തൊട്ടേക്കരുത്. ദൈവമക്കളെ ഓർത്തുകൊള്ളണം. ദൈവം തന്റെ മക്കളുടെ പ്രാണനെ കാക്കുന്നവനാ, പ്രാണനെ സൂക്ഷിക്കുന്നവനാ. ദൈവമക്കളുടെ പ്രാണൻ ദൈവത്തിന്റെ കൈക്കകത്തിരിക്കുക. അവന്റെ കൈവെള്ളയിൽ സുരക്ഷിതമാ. എന്റെ കൈക്കകത്ത് നിങ്ങളെ പിടിച്ചോറിപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം ഉള്ളവൻ. 3-ാം അധ്യായം 7-ാം വാക്യം. 3-ാം അധ്യായം 7-ാം വാക്യം. യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന അടുത്ത വിശേഷണം ദാവീദിന്റെ താക്കോലുള്ളവൻ. ഇത് പിന്നാലെ നാം പഠിക്കുന്നതാണ്. ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ. അടുത്തത് 5-ാം അധ്യായം 5-ാം വാക്യം. യേശുവിന് കൊടുത്തേക്കുന്ന അടുത്ത വിശേഷണ യഹൂദ ഗോത്രത്തിന്റെ സിംഹം. യഹൂദ ഗോത്രത്തിന്റെ സിംഹം. 5-ാം അധ്യായം 5-ാം വാക്യം. ഒന്നുകൂടി. യേശുവിന് കൊടുത്തേക്കുന്ന അടുത്ത വിശേഷണ ദാവീദിന്റെ വേര്. ഇതെല്ലാം ഒരു വിഷയാട്ടോ. ഞാൻ അതിന്റെ പോയിന്റ് മാത്രം ഇപ്പൊ തരുന്നത്. യഹൂദ ഗോത്ര സിംഹം, ദാവീദിന്റെ വേര്. 5-ാം അധ്യായം 6-ാം വാക്യം. അറുക്കപ്പെട്ട കുഞ്ഞാട്. യേശുവിന് കൊടുത്ത വിശേഷണമാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. 11:8. 11:8. അവരുടെ കർത്താവ്. യേശുവിനെ വിളിച്ച അടുത്ത വിശേഷണമാണ് കർത്താവ്. കർത്താവ്. 19:11 വായിച്ച കുഞ്ഞെ. 19:11. യേശുവിന് കൊടുത്തേക്കുന്ന വിശേഷണം വിശ്വസ്തൻ സത്യവാൻ. വിശ്വസ്തൻ സത്യവാൻ. അടുത്തത് 19:13. 19:13. യേശുവിന് കൊടുത്തിരുന്ന വിശേഷണം ദൈവത്തിന്റെ വചനം. വെളിപ്പാട് പുസ്തകത്തിൽ ഈ വാക്കാണ്. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലോ ഏതിലും ഞാൻ കണ്ടു, വചനം പുസ്തകത്തെ ദൈവമാക്കുന്ന വിവരം കെട്ട ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഏതോ ഒരു വ്യക്തി എഴുതിയേക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിന് വിശേഷണം കൊടുത്തിരിക്കുന്ന വാക്കാണ് ദൈവവചനം. ദൈവവചനം. അതുകൊണ്ട് ഓർത്തോളണം, ഈ ബൈബിളിലെ ഓരോ വചനവും ദൈവം ആണ്. ഓരോ വചനത്തിലും ദൈവത്തിന് സാമീപ്യമുണ്ട്. ഓരോ വചനവും നിന്റെ ജീവിതത്തിന് പ്രകാശം തരുന്നതാ. ഓരോ വചനവും നിന്നെ ജീവിപ്പിക്കുന്നതാ. ഓരോ വചനവും നിന്റെ ജീവിതത്തിൽ പ്രത്യാശയെ പുതുക്കിക്കുന്നതാ. ഈ വചനം ഉള്ളിലുണ്ടെങ്കിൽ പാപം നിന്റെ മേൽ ജയിക്കത്തില്ല.
അതുകൊണ്ട് ബൈബിൾ വായിക്കുന്നത്, നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഹരിക്കുന്നു. വചനം ഹൃദയത്തിൽ വേണം. ഹൃദയം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ജീവിതത്തിൻ്റെ കേന്ദ്രം ക്രിസ്തു ആയിരിക്കണം. അതോ വചനം എന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പരാജയം നാം അറിയത്തില്ല. ദൈവവചനം. അടുത്തത് 19:16. യേശുക്രിസ്തു കൊടുത്തുന്ന അടുത്ത വിശേഷണം രാജാതി രാജാവ്, അടുത്തത് കർത്താതി കർത്താവ്. ഒരു വിശേഷണം കൂടി വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 22:14. 13 ചേർത്ത് വായിച്ചു കഴിഞ്ഞേ. അടുത്ത വാക്കുകൂടി. ശ്രദ്ധിക്കണം, ഇത് 2 വാക്കിനകത്ത് 3 പ്രയോഗം കൊടുത്തേക്കുക. ആൽഫ ഒമേഗ, ആദ്യൻ അന്ത്യൻ, ഒന്നിന് വായിച്ച വാക്ക്. ഒന്നാമനും ഒടുക്കത്തവനും. ഒന്നാമനും ഒടുക്ക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മനുഷ്യനായ ആദാമിനെ കാണുമ്പോൾ, അവന് വിവാഹം കാണുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ ഒടുക്കത്തെ ആദാമായ കുഞ്ഞാടിന്റെ വിവാഹം കാണുന്നു. അപ്പൊ ഒന്നാമത്തവൻ ആരാണ്? ഒന്നാമത്തവൻ ആദ്യ ആദാം. എന്നാൽ വെളിപ്പാടുകൾ വരുമ്പോൾ പറയുന്നു, ഇവൻ ആരാണ്? ഒന്നാമത്തവനുമാണ് ഒടുക്കത്തവനുമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുൻപാരുമില്ല, ക്രിസ്തുവിന് പിൻപും ആരും ഇല്ല. സർവത്തിനും മുൻപേ അവൻ, സർവത്തിനും ശേഷവും അവൻ. നിന്റെ മുൻപിൽ അവൻ, നിന്റെ പിൻപിൽ അവൻ. നിന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ ക്രിസ്തു, ജീവിതത്തിന്റെ അവസാനത്തിൽ ക്രിസ്തു. ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിൽ അവസാനിക്കുന്ന ഒരു ഭക്തനായി തീർന്നാൽ നീ പരാജയം അറിയത്തില്ല.